അപ്പോൾ കൊൽക്കത്തയുടെ ക്യാമ്പിൽ നിന്ന് ചില വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ക്യാപ്റ്റൻസിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് പുറത്തു വരുന്നത്. എല്ലാവരും പ്രതീക്ഷിച്ച് ഒരു വാർത്ത എന്നത് വെങ്കിടേഷ് അയ്യർ ആവാം കൊൽക്കത്തയുടെ ക്യാപ്റ്റൻ എന്നതായിരുന്നു. എന്നാൽ ഇപ്പോൾ അപ്രതീക്ഷിതമായി ഒരു സർപ്രൈസ് എൻട്രി എന്ന തരത്തിൽ വേണമെങ്കിൽ ഇപ്പോൾ പറയാം, അജിങ്ക്യ രഹാനെ കൊൽക്കത്തയെ നയിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വെങ്കിടേഷ് അയ്യറിനെ 23.75 കോടിക്കാണ് കൊൽക്കത്ത അവരുടെ ക്യാമ്പിൽ എത്തിക്കുന്നത്. അപ്പോൾ ഏറെക്കുറെ വെങ്കിടേഷ് അയ്യർ തന്നെയാവാം ക്യാപ്റ്റൻ എന്നും റിപ്പോർട്ടുകൾ അന്ന് തന്നെ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ വരുന്ന വാർത്തകൾ ദേശീയ മാധ്യമങ്ങൾ അടക്കമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, അജിങ്ക്യ രഹാനെ കൊൽക്കത്തയെ നയിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം, മുംബൈയുടെ രഞ്ജി ക്യാപ്റ്റനാണ് നിലവിൽ അജിങ്ക്യ രഹാനെ. മികച്ച പ്രകടനം, ക്യാപ്റ്റൻ എന്ന നിലയിൽ മികച്ച പ്രകടനമാണ് അദ്ദേഹം രഞ്ജിയിൽ ഉടനീളം മുംബൈക്കായി കാഴ്ചവെച്ചത്. അപ്പോൾ അതായിരിക്കാം ഒരു പ്രധാനപ്പെട്ട കാര്യം, കൊൽക്കത്തയുടെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് പരിഗണിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം അത് തന്നെ ആവാമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 1.5 കോടിക്കാണ് രഹാനെയെ കൊൽക്കത്ത ക്യാമ്പിലെത്തിക്കുന്നത്. അതും 1-ാം റൗണ്ട് ലേലത്തിലുമല്ല, 2-ാം റൗണ്ട് ലേലത്തിലാണ് അജിങ്ക്യ രഹാനെ കൊൽക്കത്തയിലേക്ക് എത്തിക്കുന്നത്. 1.5 കോടി രൂപ. മറ്റത് 23.75 കോടിക്കാണ് വെങ്കിടേഷ് അയ്യർ എത്തിക്കുന്നത്. അതാവാം അന്ന് വെങ്കിടേഷ് അയ്യർ ക്യാപ്റ്റൻ സ്ഥാനം ഉറപ്പിച്ചു എന്ന തരത്തിൽ വാർത്ത വന്നത്. എന്നാൽ ഇപ്പോൾ അപ്രതീക്ഷിതമായി, ഒരുപക്ഷെ ആരും പ്രതീക്ഷിച്ച് കാണില്ല, അപ്രതീക്ഷിതമായിട്ടാണ് കൊൽക്കത്തയിൽ നിന്ന് ഇങ്ങനെ ഒരു വാർത്ത വരുന്നത്, അജിങ്ക്യ രഹാനെയാവും ക്യാപ്റ്റൻ എന്ന തരത്തിലുള്ള. നമുക്കറിയാം, രാജസ്ഥാൻ റോയൽസിനെ 2 സീസണിൽ അജിങ്ക്യ രഹാനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും ടീമിനെ നയിച്ചിട്ടുണ്ട്. അതേപോലെ കൊൽക്കത്തയ്ക്ക് വേണ്ടി അജിങ്ക്യ രഹാനെ ഇതിനു മുമ്പ് കളിച്ചിട്ടുമുണ്ട്. അന്ന് മോശം പ്രകടനത്തെ തുടർന്ന് അദ്ദേഹം ടീമിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും ചെയ്തിരുന്നു. അതിനുശേഷം ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് എത്തുകയും മികച്ച പ്രകടനം അദ്ദേഹം അവിടെ കാഴ്ചവെക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയൊക്കെയാണ് അജിങ്ക്യ രഹാനെ IPL കരിയർ മുന്നോട്ട് പോയിരുന്നത്. എന്നാൽ ഇപ്പോൾ വീണ്ടും കൊൽക്കത്തയിലേക്ക് എത്തുന്നു, ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് എത്തുന്നു. അങ്ങനെ ഉള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. 1.5 കോടിക്കാണ് എത്തിച്ചത് എങ്കിലും രഞ്ജിയിലെ മികച്ച ക്യാപ്റ്റൻ, അദ്ദേഹം മികച്ച ക്യാപ്റ്റൻ ആയിരുന്നു എന്ന് രഞ്ജി ട്രോഫി സീസൺ ശ്രദ്ധിച്ചവർക്കെല്ലാം അറിയാം. മുംബൈക്കായി മികച്ച ഒരു നായകൻ തന്നെയായിരുന്നു. അതിന് പിന്നാലെ കൊൽക്കത്തയുടെയും നായക സ്ഥാനത്തേക്ക് ഇപ്പോൾ എത്തുന്നു. അതും IPL പോലെ ഒരു വലിയ വേദിയിൽ ഒരു തിരിച്ചുവരവ് തന്നെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബാക്കി ഈ സീസൺ ഉടനീളം എങ്ങനെയാവും എന്ന് പിന്നീട് നമുക്ക് നോക്കാം. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അജിങ്ക്യ രഹാനെ തന്നെയാവും ക്യാപ്റ്റൻ എന്ന തരത്തിലാണ്.